എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മൾ പൂനെയിൽ നിന്നും പിംപിരി ചിഞ്ചാവത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നമ്മൾ നേരെ ലോണാവാല മുംബൈ ആ സൈഡിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 100 കിലോമീറ്റർ കൃത്യമുണ്ട് കേട്ടോ നവി മുംബൈ എത്തുന്ന സ്ഥലത്തേക്ക്. നവി മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൽമാൻ ഖാൻ, സെയ്ഫ് അലി ഖാൻ, ഷാറൂഖ് ഖാൻ്റെ ഒക്കെ എല്ലാവരുടെയും വീടും നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അതിനെക്കാട്ടും മുന്നുള്ള പ്ലാൻ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ലോണാവാലയിൽ നിർത്തും, അല്ലെങ്കിൽ ലോണാവാല കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം ബാക്കിലോട്ട് ലോണാവാലയിലേക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. പ്ലാനൊന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ നമ്മുടെ IAS ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ഹെൽമെറ്റും ബാക്കി സാധനങ്ങളൊക്കെ എടുത്താൽ മതി. നമ്മുടെ സൈക്കിളിലേക്ക് എല്ലാം കയറ്റിയിട്ടുണ്ട്. ഇതൊരു പാർക്കായതുകൊണ്ട് തന്നെ കാലത്ത് യോഗ അങ്ങനെ പ്രാക്ടീസിനൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഇന്നലെ ഞാൻ മഹാരാഷ്ട്രയിലെ ഒരു വീട്ടിൽ നിന്നും എനിക്ക് ഈ ക്യാരറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് ക്യാരറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റാണ് ഇത്. ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പോണ വഴിക്ക് കഴിക്കാൻ നല്ലൊരു സാധനമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ക്യാരറ്റ് ഇങ്ങനെയാണ് കേട്ടോ, കളർ വരുന്നത് ഇങ്ങനത്തെ കളറാണ്. അവർ പറഞ്ഞത് ക്യാരറ്റാണെന്നാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കുറച്ച് തന്നു. കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ ഫുള്ള് സെറ്റാണ്. ഇന്നലെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഡെയിലി വീഡിയോ തിങ്കൾ മുതൽ വെള്ളി വരെ 6 മണിക്ക് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസ് എപ്പിസോഡും ഇരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടും. എല്ലാത്തിൻ്റെയും ഒരു ഇത് ഡെയിലിയാണ് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അധികം സംസാരിക്കുന്നില്ല, സമയം കളയാനില്ല. ഡെക്കാത്തലോണിൽ നിന്ന് 2000 രൂപയ്ക്ക് വാങ്ങിയ ഷോർട്സ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 1500 രൂപയ്ക്ക്, റിട്ടേൺ ചെയ്തപ്പോൾ 1500 രൂപയ്ക്ക് തന്നു. 500 രൂപ തിരിച്ച് എനിക്ക് തന്നു. അങ്ങനെ കുറേ ലാഭകരമായ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ പുതിയ ഷോർട്സാണ് വാൻ റൈസലിൻ്റെ ഇട്ടിരിക്കുന്നത്. സോ സമയം ഇപ്പോൾ 7 മണി. നമുക്ക് വേഗം ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് അടുത്ത നവി മുംബൈയിലുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കൃത്യം 108 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ആ 108 കിലോമീറ്ററിൽ 400 മീറ്റർ എലിവേഷൻ ഉണ്ട് ലോണാവാല എത്തുമ്പോൾ. ഇവിടെ നിന്ന് ഈ പിംപിരി ചിഞ്ചാവത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തു നിന്ന് ഇവിടെ നിന്ന് 48 കിലോമീറ്റർ 50 കിലോമീറ്ററാണ് ലോണാവാലയിലേക്കുള്ളത് കേട്ടോ. ലോണാവാലയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് മുംബൈയിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇത് കിടക്കുന്നത്. അപ്പോൾ ആ 400 മീറ്റർ എലിവേഷൻ എങ്ങനെയാവുമെന്ന് അറിയില്ലല്ലോ. ഇത്രയും ലഗേജ് വെച്ചിട്ട് ഞാൻ അങ്ങനെ എലിവേഷൻ 400 മീറ്റർ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എന്നാലും ഞാൻ പറയാണ്, ഞാനപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെ ഇറങ്ങി കേട്ടോ. അതാ ഞാൻ പിന്നെ വേഗം പോവാന്ന് പറഞ്ഞത്. ഞാൻ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്നുകൊടുത്തുനിന്ന് തന്നെ പിറ്റേ ദിവസത്തെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കണ്ടിന്യൂറ്റി തോന്നുന്നില്ല എന്നുള്ളത് കേട്ടോ. സംഭവം ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് ഹൈവേ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഇത് കണ്ട, ഇതാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് കണ്ട, ഈ മുംബൈ സത്താര ഹൈവേ അതാണ് എക്സ്പ്രസ് ഹൈവേ കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ, എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നതാണ്. ഇതാണ് മുംബൈ സത്താര ഹൈവേ. അങ്ങോട്ടേക്കാണ്, അതാണ് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ വരുന്നത് കേട്ടോ. ഇത് വഡ്ഗോൺ, അതുപോലെ തന്നെ വേറെ ഏതോ ഞാനിപ്പോൾ നിൽക്കുന്നത് കംഷേട്ട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ നമ്മൾ സൈക്കിളിലോ ബൈക്കിലൊക്കെ ആണെങ്കിൽ മാപ്പ് ഓൾഡ് ഹൈവേ കാട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കാട്ടില്ല. നമ്മളിപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് 17 കിലോമീറ്റർ അപ്പുറത്തുള്ള ലോണാവാലയുടെ ക്ലൈംബ് കയറാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ക്ലൈംബ് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ലോണാവാല. അവിടെ പാരാഗ്ലൈഡിങ്ങും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ഥലം വരണത്. സൈക്കിൾ ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ, ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. 17 കിലോമീറ്റർ ഉള്ളൂ ഇനി നമുക്ക് ലോണാവാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു ക്യാമറ ആംഗിൾ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഈ ഒരു ക്യാമറ ആംഗിൾ എങ്ങനെയുണ്ടെന്ന് പറ. ക്ലൈംബ് കയറുമ്പോൾ നമ്മുടെ ക്യാമറ ആംഗിൾ ചില സമയത്തൊക്കെ ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇങ്ങനെ ആവണേന്ന് ഞാൻ കാട്ടി തരില്ല, നിങ്ങളത് ചിലപ്പോൾ എന്നെ ചീത്ത പറയാൻ ചാൻസ് ഉണ്ട്. കേരള ടു കശ്മീർ, അതുകൊണ്ട്
പറയില്ല കേട്ടോ ഞാൻ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ നമ്മൾ ഇതിന് കുറച്ച് കാലറി ബേൺ ആവട്ടോ. അതിനു വേണ്ടി പഴവും സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പഴമുണ്ട്, ക്യാരറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഗിയറൊക്കെ ഡൗൺ ചെയ്തു. ലാസ്റ്റത്തെ 1, 2, 3 ഗിയറ് കുറച്ച് ട്യൂണിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്നലെ അത് ഇഷ്യൂ മാറ്റി കയറുകയാണ് സുഹൃത്തുക്കളെ. മോനെ രക്ഷയില്ല. ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ. ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഗോപ്രോയിൽ കാണാൻ പറ്റില്ല. അറ്റത്ത് ആൾക്കാരും പറക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെയും ഞാൻ ന്യൂസ് കണ്ടേ, പാരാഗ്ലൈഡിങ്ങിൽ ഇതിൽ ദാരുണ അന്ത്യം എന്ന് പറഞ്ഞിട്ട്. നെഗറ്റീവ് അടിച്ചല്ല, ആ ന്യൂസ് ഇന്നലെ ഞാൻ കണ്ടേ ഗോവയിൽ. അപ്പോൾ ഈ മല അങ്ങോട്ട് കയറണം എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതായിരിക്കും. ഇതുവരെ 400 മീറ്റർ ഒരു എലിവേഷൻ പോലെ റൈഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതന്നെ ആയിരിക്കും കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, വലിയൊരു ഇറക്കാട്ടോ. ഓരെ പൊളിച്ച് ഭാഗ്യം. അത്ര ക്ലൈമ്പ് കയറിയതിൻ്റെ ഇതില്ല കേട്ടോ. ഇറക്കണം ഏറ്റവും വലിയ ഇറക്കം. ക്ലൈമ്പ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. മോനെ റൈറ്റ് സൈഡിൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ നല്ല വ്യൂ ഉണ്ട്. അയ്യോ ബ്ലൈൻഡ് സ്പോട്ടാട്ടോ, കാണാല്ലേ വഴി. സ്ലോ ആക്കാം ഗൈസ്. വലിയൊരു വളവാ. ഓക്കെ മോനെ ഭാഗ്യമായിട്ടാ. ഒരു 1-2 കിലോമീറ്റർ പോയി കിട്ടിയപ്പോ. 2-3 കിലോമീറ്റർ ഈ ഇറക്കം പോയി കിട്ടും കേട്ടോ. ആ സൈഡിലൊക്കെ നല്ല ഇതുണ്ട്, വ്യൂ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ പോലെയല്ല കേട്ടോ. എന്തായാലും ഈ ആഴ്ച കുറച്ചും കൂടി വൈബാന്നുണ്ട്, രസമായിട്ട് വരുന്നുണ്ട്. വേറെ ഒന്നല്ല, കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഭക്ഷണമില്ല വെള്ളവും ഇല്ലാണ്ട് ഫുള്ളൊരു ഗ്രാമപ്രദേശത്തിൽ കൂടെയായിരുന്നു ഫുള്ള് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വട്ടം അങ്ങനെയല്ല, കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലോണം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ വെറ്റ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞിട്ട് ഒരു തീം പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. വെറ്റ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞിട്ട് ഒരു തീം പാർക്കൊക്കെ ഉണ്ട് അവിടെ. അത് അപ്പുറത്തെ റോട്ടിൽ കൂടെ പോകണം. ഇവിടെ നിന്ന് കുറച്ച് കാണാൻ പറ്റും കേട്ടോ. വെൽക്കം വെറ്റ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പുറത്തെ വഴി കൂടെ ആയിരിക്കും. ഈ റൂട്ടിലേ പെട്രോൾ പമ്പുകൾ ഭയങ്കര കുറവാട്ടോ. പെട്രോൾ പമ്പുകൾ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ്, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പും ഇല്ലേ. ചേടാ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കാലത്ത് ചെയ്തില്ലെങ്കിൽ പണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ പെട്രോൾ ഇല്ല, ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുമോ? പെട്രോൾ പമ്പുകൾ ഭയങ്കര കുറവാട്ടോ അവിടെ ഈ റൂട്ടിൽ. ഞാനിപ്പോൾ ഒരു 10-30 കിലോമീറ്റർ എന്തായാലും വന്നിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല പെട്രോൾ പമ്പുകൾ കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ലോണാവാലയ്ക്ക് 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 8 കിലോമീറ്റർ കൂടെയാണ് ഇനി ലോണാവാലയ്ക്ക് ഉള്ളത് കേട്ടോ. അതെ 8 കിലോമീറ്ററാണ് ലോണാവാലയ്ക്കുള്ളത്. 13 മിനിറ്റ് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോണാവാല കഴിയും കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ പോണത് നവി മുംബൈയിലേക്ക് കേട്ടോ. അവിടെ ഒരു സ്ഥലം ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഇനിയൊരു 50-60-70 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ നവി മുംബൈയിലേക്ക്, മുംബൈ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ വരുന്നത്. ലോണാവാലയിൽ കയറാണ്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മലയാളി സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിച്ച് പിറ്റേ ദിവസം ലോണാവാല എക്സ്പ്ലോർ ചെയ്യാൻ വരും. അത് സൈക്കിളിലായിരിക്കില്ല, ബൈക്കിലോ കാറിലോ അങ്ങനെ തിരിച്ച് ബാക്കിലോട്ട് വരും കേട്ടോ. നമുക്ക് നേരെയാണ് പോകേണ്ടത്, റിവേഴ്സ് വരും, ബാക്കിലേക്ക് വരും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാണ്ട് വേഗം പോവാം കേട്ടോ. ഇനിയുണ്ട് 10-70 കിലോമീറ്റർ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ കപ്പലിന് മിഠായി കുറേ കിട്ടും കേട്ടോ. ഈ ചിക്കി എന്ന് പറയണത് ഇതാണ്, കപ്പലിന് മിഠായിയാണ് കേട്ടോ. ഗ്രൗണ്ട് നട്ട് വെച്ചിട്ട് കിട്ടും, ചന വെച്ചിട്ട് കിട്ടും, കോക്കനട്ട് ഇത് വെച്ചിട്ട് കിട്ടും. ഫുള്ള് അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. ഇങ്ങനെ കുറേ കാണുന്നുണ്ട്. കപ്പലിന് മിഠായിയുടെ തന്നെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം എന്തായാലും ഇവിടുന്ന് വാങ്ങുന്നില്ല, കാട്ടി തരാം കേട്ടോ. കുറേ കാണുന്നുണ്ട് ഇവിടെ, എന്താന്ന് നോക്കി നോക്കാം. ഓ ചിക്കിയേ,
देख सकता है ഇതാണ് കേട്ടോ നമ്മുടെ കപ്പൽ ആ കേരളത്തിലൂടെ വന്നതാ കേരളം അറിയോ മലയാളം അറിയോ ആ ഇത് കപ്പലിൻ്റെ മിഠായിയുടെ വേറെ ടൈപ്പാ ആ 5 ഈത്തപ്പഴം ആ ഈത്തപ്പഴം വെച്ചിട്ട് ആ കപ്പലിൻ്റെ മിഠായിയുടെ പോലത്തെ വേറെ ചിക്കി വേറെ ഏതുള്ള नॉर्मल चिक्की है ഇത് मात्र फेमस ഏതാ कूड़े मात्र फेमस ആ കൂടെ മീൻസ് कूड़े ഈ നാട്ടിൽ മാത്രം ഫേമസ് ഈ നാട്ടിൽ മാത്രം ഫേമസ് കേട്ടോ ആ ഇതല്ലേ ഇത് കപ്പലിന് മിഠായിയുടെ വേറെ വേറെ ഫ്ലേവറുകൾ ആ 14 വെറൈറ്റി മിക്സ് കേട്ടോ ആ കപ്പലിന് മിഠായിയുടെ ഇത് കുറേ കണ്ടു ഞാൻ കട ഇവിടെ ഇതുപോലത്തെ കട കേട്ടോ ഇത് ആ ഫ്രാഞ്ചൈസി മംഗനാൽ എന്താ പറയുന്നേ മകൻലാൽ സിക്കി ആ മകൻലാൽ സിക്കി ഭയങ്കര ഫേമസ് ആയി ഈ റൂട്ടിൽ കുറേ ഇത് കണ്ടു ഞാൻ പേരെന്താ സമീർ കേരളത്തിൽ എങ്ങനെ അറിയാം മാംഗ്ലൂര് ആ അടിപൊളി ഞാൻ കാശ്മീർ പോവാ ആ ഈ മിഠായി ഇവിടെ കിട്ടും ഇത് എത്ര ഇതിൻ്റെ ലൂസ് ഉണ്ടോ ഇത് ഒറ്റ ഒരെണ്ണുള്ളൂ അല്ലേ അത് പണ്ടത്തെ നെസ്റ്റാൾജിയ സാധനം കേട്ടോ അടിപൊളി ഇതിൻ്റെ ലൂസില്ല ചെറുത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ അത്ര വലുത് വേണ്ട എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് കൊള്ളാട്ടാ ഇനിയും പോണ വഴിക്ക് കുറേ കാണാമല്ലേ ഇത് ശരി എന്നാ ഇതാ ഇവിടെ വെൽക്കം ടു ലോണാവാല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ സൈക്കിള് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുക വെൽക്കം ടു ലോണാവാല നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കയറുന്നില്ല ലോണാവാലയിൽ ഞാൻ ചുമ്മാ ഇത് വഴിയിൽ പോയപ്പോൾ ഇതിങ്ങനെ കണ്ട കേട്ടോ അതിൻ്റെ മേലക്കൂടെയാണ് എക്സ്പ്രസ് ഹൈവേ പോണത് എന്നുവെച്ചാൽ അങ്ങോട്ടേക്ക് അവിടെ ലോറിയും ബസ്സും മാത്രമേ പോകണുള്ളൂ ഇവിടെ സൈഡ് അടിയിൽ കൂടെ പോകുമ്പോൾ ഓട്ടോറിക്ഷയും കാളവണ്ടിയില്ല ഓട്ടോറിക്ഷയും കാണാൻ ഓട്ടോറിക്ഷ ഉണ്ട് ബൈക്കുണ്ട് എല്ലാം അടിയിൽ കൂടെ ഇവിടെ വെൽക്കം ടു ലോണാവാല കേട്ടോ അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പയ്യെ നീങ്ങാം ഗൈസ് ഇവിടെ ഈ അടുത്ത റോഡ് പണിക്ക് ചെയ്തിട്ടുള്ളൂന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ലോണാവാല സിറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ നല്ല കിടിലൻ വഴി കേട്ടോ നോക്കിയേ ഓനെ നല്ല നല്ല കിടിലൻ റോഡ് പോണത് കൊണ്ട് അറിയണില്ല കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ചെറിയൊരു ഫുള്ള് ഇറക്കാന്നാണ് പറഞ്ഞ കേട്ടോ ഞാൻ ആ ഒരു ജോഗ്രഫി പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ കേട്ടോ ഫുള്ള് ഇറക്കാം ഇനി അങ്ങോട്ടാ സിറ്റി കഴിഞ്ഞേ പിന്നെ കേട്ടോ കേട്ടോ വിശാലമായ റോഡ് കിടക്കുകയാണ് ഇറങ്ങിയിട്ടോ ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കണ്ടിട്ടൊരു ഭീകരത തോന്നുന്ന കാരണം നമുക്കൊന്ന് പോയി നോക്കി നോക്കാം കേട്ടോ അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ പൊന്ന് എൻ്റെ അമ്മേ ഇജാതി വ്യൂ ആദ്യമായിട്ടാണ് കാണുന്ന കേട്ടോ ഈ ട്രിപ്പിൽ ദൈവമേ രണ്ട് സൈഡിലും മല നടിയിൽ ഉള്ളി കൂടെ ഒരു വഴി കേട്ടോ എൻ്റെ അമ്മ അടിപൊളിയില്ലേ നൈസായിട്ട് കേട്ടോ അവിടെയൊക്കെ എന്തൊക്കെ തുരങ്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ മല ഇറങ്ങിയിട്ടാണോ വരേണ്ടത് താഴെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ കൊള്ളാല്ലേ എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ എനിക്ക് ചുറ്റിക്കറങ്ങി പോകണമെന്നുകൊണ്ട് അറിയില്ല പോകുമ്പോൾ നോക്കി നോക്കാം നമുക്ക് എന്തായാലും ഈ വ്യൂ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്യാപ്ചർ ചെയ്യട്ടെ ഞാൻ കൊള്ളാം ഇവിടെ ചെറിയൊരു ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശേ അടിപൊളി ഞാനിവിടെ സൈക്കിൾ വെച്ച് കണ്ടതാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഗർത്തം പോലെ കണ്ടപ്പോൾ നിർത്തിയതാട്ടാ സോ നമുക്ക് ഇവിടുന്ന് പയ്യെ നീങ്ങാം മാഗിയൊക്കെ കിട്ടില്ല അവിടെ നോക്കട്ടെ 11 മണി കഴിഞ്ഞിട്ടുള്ളൂ ഫുഡ് കഴിക്കാറായിട്ടില്ല കേട്ടോ 11:30 ആയിട്ടുള്ളൂ നമുക്കൊരു 12 മണി കഴിഞ്ഞിട്ട് കഴിക്കാം ഫുഡ് സംഭവം അത് തന്നെയാണ് കേട്ടോ ആ നേരത്തെ കണ്ട ആ വഴി ചുരം ഇറങ്ങി വരണമെന്നുണ്ട് അടിപൊളി ചുരം ഇറങ്ങൽ തന്നെയാണ് കേട്ടോ സംഭവം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ചുരാന്നുണ്ട് നോക്കട്ടെ അമ്പോ പൊളിച്ച് നോക്കിയേ അടിപൊളി കേട്ടോ അവിടെ എന്തൊക്കെ വലിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ടല്ലോ നോക്കിയേ അവിടെയാണ് റോഡ് വരുന്നത് അതിൽ കൂടെ റോഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി പോണ് അവിടെ എന്തോ വലിയ 2 സാധനം ഉണ്ടോ ഇത് കണ്ടോ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല ഒത്ത നടുക്ക് കാടിൻ്റെ കേട്ടാ
അടിപൊളി കേട്ടോ, നൈസ്. നല്ല ഇതുണ്ട്, വ്യൂ ഉള്ള സ്ഥലം ഫുള്ള്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് റോഡുകൾ കാണാം. അതെന്തായാലും രസമായി. ഓക്കെ, साले अहमदाबाद में नहीं चलाते हो साइकिल और इतना दूर. ഓക്കെ, താങ്ക് യു. അവർക്ക് ഇത് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കണം കേട്ടാ. എൻ്റെ 1-2 ഫോട്ടോ ഇവിടെ വെച്ചിട്ട് എടുത്തു തന്നു, സൈക്കിളുടെയും ഇതിൻ്റെയൊക്കെ. കൊള്ളാട്ടാ, അടിപൊളിയുണ്ട്. നമുക്ക് സ്പീഡില് നമ്മൾ യൂഷ്വലി ഇറങ്ങുന്ന പോലെ പരപരവയും പാടി ഇറങ്ങാൻ പറ്റില്ല കേട്ടാ. ഈ ലോറിയില് ഫുള്ള് ലോഡ് വെച്ചിട്ട് ഇറങ്ങില്ലേ, അതുപോലെ ഇറങ്ങാൻ പറ്റുള്ളൂ. മോനെ നെഞ്ചില്ല, അത് ലോഡ് വെച്ച് ലോറിയിൽ ഇറങ്ങണോണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, സൈക്കിളില് ഫുള്ള് ലോഡാണ്. കാരണം നമ്മുടെ ലോഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലോഡ്, ലഗേജിൻ്റെ ലോഡ്, എല്ലാ ലോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലോഡ് ഫുള്ള് 2 ഡിസ്ക് ബ്രേക്ക് പിടിച്ച് നിർത്തണം. അതാണ് അതിൻ്റെ ഒരു ഇത് കെടുക്കണത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശരിയായില്ലെങ്കിൽ പണിയാവും. മോനെ നല്ല റൂട്ട് ഇട്ട്, അടിപൊളി കിടിലം വഴി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അതിൻ്റെ ആ കെടുപ്പ്, അവിടെ മല ഇവിടെ മല, എൻ്റെ അടിപൊളി കേട്ടോ. ഇതിൻ്റെ താഴെക്കൂടെയാണ് എക്സ്പ്രസ് വേ പോണേന്നുണ്ട് കാണാൻ പറ്റത്. വാവ്, അടിപൊളി കേട്ടോ. പൊട്ട റോഡ്, കുണ്ടും കുഴിയും. ഈശോ, കുഴി കേട്ടോ, കുഴി. നോക്കിയേ, സ്റ്റെപ്പ് കയറി വരാൻ പറ്റുമോ മേലേക്ക്? ഇതിൻ്റെ ഏട്ടാ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റും മേലോട്ട്, ഇതിൻ്റെ മേലോട്ട്. നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം. വാവ്, കൊള്ളാട്ടോ. നമ്മളിതിൻ്റെ ഏറ്റവും മേലെന്നാണ് സംഭവം കണ്ടത്. ഭയങ്കര കുത്തനെയായിട്ടുള്ള ഇറക്കം കേട്ടോ. എൻ്റെ അമ്മേ, ഭയങ്കര കുത്തനെയായിട്ടുള്ള ഇറക്കം. ദൈവേ, ബ്രേക്ക് ഇവിടെ നിർത്താം. പയ്യെ നിർത്തി പോവാട്ടോ. എൻ്റെ മോനെ, ഭയങ്കര കുത്തനായിട്ടുള്ള ഇറക്കം. വേറെ വഴിയായതുകൊണ്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞെടുക്കണതൊക്കെ നമുക്ക് നിർത്തി പോവാം. അതായിരിക്കും സേഫസ്റ്റ് കേട്ടോ. ഇറങ്ങിക്കോ ചേട്ടാ, ഇറങ്ങിക്കോ. ലാസ്റ്റത്തെ 2-3 വളവോണിന്നാന്ന് തോന്നുന്നുണ്ട് എനിക്കിത് കണ്ടിട്ട്. അതിൻ്റെ ഒരു ഇത് കണ്ടിട്ടെ, പോക്ക് കണ്ടിട്ട്. അതെ, ലാസ്റ്റത്തെ 2 കേട്ടോ. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഇതൊക്കെ കാണണേ. എൻ്റെ മോനെ, എൻ്റെ പൊന്നെ, ഓരോരോ വഴികൾ നോക്കിയേ. ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്. നമ്മള് ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്, വയനാട് ഒന്നും പോയ പോലെ അല്ലാട്ടത്. വേറെ ഒരു രീതി. റോഡുകളായാലും റോഡുകളുടെ ശൈലി ആയാലും വേറൊരു രീതി പോലെ. എൻ്റെ പോലെ മുംബൈയിൽ നിന്ന് ലോണാവാലയിലേക്ക് സൈക്കിളോട്ട് വരുന്നത് ആലോചിച്ച് നോക്കിയൊക്കെ രസമായിരിക്കും കേട്ടോ. മുംബൈ ടു ലോണാവാല ഈ കയറ്റമൊക്കെ തിരിച്ച് കയറ്റാൻ അടിപൊളിയാവും. റൈഡർ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ പതുക്കാനെ പോണത് ഇവിടെയൊക്കെ. മോനെ, കിടലം റൂട്ടും കിടലം വഴിയും, പക്ഷെ പോവാനുള്ള നിർവാഹമില്ല. ഫുള്ള് ലഗേജും ഫുള്ള് ലോഡോ. ഏകദേശം കഴിഞ്ഞു കേട്ടോ. ലോണാവാല ഇറങ്ങിയ വശം ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ. ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ, വലിയൊരു ഹോട്ടൽ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടൽ. അവിടെ നിന്ന് നമ്മുടെ ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ കറി ഒരെണ്ണം വാങ്ങി, അതുപോലെ തന്നെ പ്ലെയിൻ റൈസ് വാങ്ങിയിട്ടാ.
ചോറും ഇറച്ചിക്കറിയും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കുപ്പി വെള്ളവും വാങ്ങി ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുക കേട്ടോ ഉച്ചത്തെ ബ്രേക്ക് ടൈമാണ് കഴിച്ചിപ്പോൾ. പിന്നെ എല്ലായിടത്തും ഈ സാധനം കിട്ടും, അതുകൊണ്ട് നാരങ്ങയിൽ ഉപ്പിട്ട് കഴിക്കാൻ ഇത് ഇങ്ങനെ മതിയാവും കേട്ടോ. നാരങ്ങയും ഉപ്പും സബോളയും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, നല്ല ഫുഡായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഉച്ചത്തെ ഫുഡടി. നമുക്കപ്പോൾ കാലറിയായി പ്രോട്ടീനുമായി കേട്ടോ, കാപ്സുമായി പ്രോട്ടീനായി. സോ ഗൈസ് നമ്മൾ സൈക്കിൾ അവിടെ വെച്ചിട്ട് ആക്ച്വലി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഓൺ ദ വേയിൽ ലൈക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ. അതെ, ഞങ്ങൾ പരിചയപ്പെട്ടു. ലൈക്ക് യു ക്യാൻ സേ ഹായ്. Hello, hi. You can introduce yourself. I don't know, like, my name is Siddesh Tambe from Mumbai. So you are riding to Lonavala to Mumbai? No, I'm not riding from Lonavala. I went Nashik to Pune, Pune then Lonavala, and today I'm head back to Lonavala to Mumbai. My hometown. Okay. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ലൈക്ക് എങ്ങനെയോ somehow we met. Yes. We are not like luckily പ്ലാൻ ചെയ്തൊന്നുമില്ല. ഞാൻ വെറുതെ ഇവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോഴാണ് ആളൊന്ന് ജോയൽ ജോഷി എന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. ആക്ച്വലി യു സബ്സ്ക്രൈബർ, യു ആർ ഓൾസോ മൈ സബ്സ്ക്രൈബർ. I know you, but I don't know the ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ ബാരിയർ ഉണ്ട് കേട്ടോ. ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ലൈക്ക് നമ്മൾ മലയാളം വ്ളോഗല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ ആൾ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട്, അറിയാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളുടെ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. സോ ചെറിയൊരു ഡ്രോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, ലക്കിലി അങ്ങനെ ഓരോരുത്തരൊക്കെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. കൊള്ളാതെ എന്തായാലും പൊളിച്ച്. നമുക്കിനി ഏകദേശം 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം ഇപ്പോൾ 4:45. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് DV പാട്ടിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് നവി മുംബൈയുടെ പണികളാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കേട്ടോ, തെറ്റിട്ടുണ്ടെങ്കിൽ. പുതിയൊരു എയർപോർട്ട് വരണതിൻ്റെ ഇതുകളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാന്ന് എനിക്കറിയില്ല, പക്ഷേ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖത്ത് മാസ്ക് ഇട്ട കാരണം ഇടയ്ക്കിടയ്ക്ക് നാവ് ഉദ്ദേശിക്കുന്നത് വായിൽ വരുന്നില്ല. സോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ഒരു 10 കിലോമീറ്ററിനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മലയാളിയുടെ ഒരു അക്കാഡമി നമുക്ക് അറിയാം, നമുക്ക് അവിടെ പോകുമ്പോൾ അറിയാം. ഒരു സ്ഥലത്തേക്ക് എത്തിട്ട് ഒരു മലയാളി ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എത്തും. പോയിക്കൊണ്ടിരിക്കുക. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പണി നടക്കണത് കണ്ടത്. ഫൈനലി ഞങ്ങളല്ല, ഞാൻ കാറിൽ കയറി കഴിച്ചു. ഞാനിപ്പോൾ കേരള ടു കാശ്മീർ യാത്ര ഇപ്പോൾ കാറിലാണ്. എന്താണ് കാറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മിസ്റ്റർ സനു എന്ന് വിളിക്കാം. അത് മിസ്റ്റർ സനു ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രം ഇവിടെ കുറച്ച് അക്കാഡമിക് പരമായിട്ട് കുറച്ച് ഇതുകളും കാര്യങ്ങളൊക്കെ. എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. അല്ല, നമ്മള് റോളർ സ്കേറ്റിംഗിന്റെ അക്കാഡമിയാണുള്ളത്. സ്പീഡ് ട്രാക്ക് എന്നാണ് അക്കാഡമിയുടെ പേര്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 വർഷത്തിൽ കൂടുതലായി ഇവിടെ ഉണ്ട്. ഇപ്പം നവി മുംബൈയിലാണ് നമ്മളുള്ളത്. അതെ. അപ്പോൾ ജോയൽ ബ്രോയ അതെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബാംഗ്ലൂർ കയറുമെന്ന് വിചാരിച്ചിട്ട് ബാംഗ്ലൂർ വെച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ മുംബൈ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വായോ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ ആ മെസ്സേജ് കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആളുടെ ഫ്ലാറ്റിൽ പോയി കുളിച്ച് ഫ്രഷായി ലൈക്ക് ഡ്രസ്സൊന്ന് മാറി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത്. അതെ. ഇതിപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണ് എവിടെ വരുന്നത്? ഇത് കാർഗർ, നവി മുംബൈയിലെ പൻവേൽ കഴിഞ്ഞിട്ട് കാർഗർ. പൻവേൽ ഒരു നല്ലൊരു കറിയായിരിക്കും. അപ്പോൾ പൻവേൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാർഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടാ. അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു, സൈക്കിൾ ചവിട്ടി കഴിഞ്ഞു. ആ ഒരു സമാധാനം. 100 കഴിഞ്ഞു, 100-120. എനിക്ക് മാപ്പ് ഒന്ന് ഇട്ട് നോക്കി നോക്കണം IAS അക്കാഡമിയിലേക്ക്, അങ്ങോട്ടേക്ക് ഇട്ട് ആ പാർക്കിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേര് ഞാൻ വിട്ടുപോയി. മനോജ്. ഈ കടയുടെ ഇതല്ല, മലയാളിയുടെ കടയാന്ന് പറഞ്ഞത്. അല്ല, മലയാളിയുടെ കട എന്ന് പറഞ്ഞു അത്. ഓക്കെ. ഇതൊരു മലയാളിയുടെ കടയാണ് കേട്ടോ. ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ചേട്ടനും മലയാളിയാ? ചേട്ടൻ്റെ പേരെന്താ? പേര് പറ. ഏതാ? റെജി. അടിപൊളി. മലയാളിയെ കണ്ട സന്തോഷം. അടിപൊളി. അപ്പം ഞങ്ങൾ കോഫി, എൻ്റെ പൊന്ന് പഴംപൊരി, സുഖിയൻ മുംബൈയിൽ. അടിപൊളി, കൊള്ളാട്ടോ ഗൈസ്. എന്നെ വീണ്ടും ഒരു മലയാളിയുടെ കടയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഫുള്ള് മലയാളിയുടെ കട മാത്രമേ ഉള്ളൂ.
ഫുള്ള് മലയാളിയുടെ കടയിലോട്ടോ. ഇവിടെ നോക്കിയാൽ അടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഫി ഷോപ്പാണ് കേട്ടോ. മലയാളി സിനിമകൾ ഫുള്ള് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് ഇത് ഇങ്ങനെ ഒരു സംഭവം എല്ലാ സിനിമകളും ഉണ്ട്. രണ്ടാമത്തെ മലയാളിയുടെ കട കേസ്. ഉണ്ണിയപ്പം വരെ ഉണ്ട് കേട്ടോ ഇവിടെ. മുംബൈയിലാണെന്ന് ഓർക്കണം. ഉണ്ണിയപ്പം അട, അവിടെ ഉണ്ണിയപ്പം ഇരിക്കുന്നുണ്ട്, ഉള്ളിവട, എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളി. ഞങ്ങൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. പനീർ മസാല സാധനങ്ങൾ. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഉണ്ണിയപ്പൊക്കെ. ഇതിൻ്റെ ഈ സ്ഥലം കാർഗറാണോ? ഇത് ഏതാ പറഞ്ഞത്? സീവുഡ് അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. കൊള്ളാം. വേറൊരു കടയിലേക്ക് വന്നിരിക്കുക. നമ്മളിനി നെക്സ്റ്റ് എങ്ങടെ പോണേ? നെക്സ്റ്റ് എങ്ങടാ? ബീച്ച് സൈഡിലേക്ക് ഞങ്ങൾ പോകാം കേട്ടോ. ബീച്ച് സൈഡ് എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പം അങ്ങോട്ടേക്ക് പോണ വഴിക്ക് കണ്ട ഒരു സ്ഥലം. കൊള്ളാം. കുറച്ച് രാത്രിയാണ് വൈബ് എന്ന് തോന്നുന്നു. കുറച്ച് മണി. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് മുംബൈയിൽ വന്ന് ഉണ്ണിയപ്പം കഴിക്കുന്നു. ഓരോരോ വിചിത്രമായ ആചാരങ്ങൾ. അതെ, മുംബൈ ഉണ്ണിയപ്പം കഴിച്ചു. കൊള്ളാട്ടോ. ആള് കോഴിക്കോട്ട കഴിക്കുന്നു. നല്ല ഉണ്ണിയപ്പം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാം ബീച്ച് റോഡിൽ കൂടെയാണ് കേട്ടോ. ഈ റോഡ് ലൈക്ക് നല്ലൊരു വൈബ് സ്ഥലമാണ്. ഈ ഒരു ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലേ? നല്ല സ്ട്രേറ്റ് റോഡ് ആണ്. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളിപ്പോ ഈ വഴി ചെന്ന് മുട്ടണത് നേരെ ബീച്ചിലേക്ക് ആവും അല്ലേ? ബീച്ച് വാശിയിലോട്ടാണ്. വാശി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. നല്ല പറഞ്ഞ നല്ല റോഡാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ കാർ ഓടിച്ച് ചുമ്മാ ഇവര് 1, 2, 3 ഇവര് 3 പേരും മുംബൈ എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാ. ഞങ്ങളിങ്ങനെ ചെറിയൊരു ഡ്രൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക രാത്രി. രസാട്ടാ. എന്താ സംഭവം? നവി മുംബൈ മഹാനഗർ പാലിക്കുന്ന ലൈക്ക് നവി മുംബൈയുടെ നമ്മുടെ നാട്ടില് സെക്രട്ടേറിയറ്റ് അതുപോലെ. ഓ നാട്ടിലത്തെ സെക്രട്ടേറിയറ്റ് ഇവിടുത്തെ ഇത് അല്ലേ? അതിന് നവി മുംബൈ മഹാനഗർ പാലിക്കുന്ന. ഓക്കെ. നല്ല ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഗൈസ് രാത്രി ചിക്കൻ ബിരിയാണി ഗൈസ്. ഗ്രേസിലത്തെ സ്പെഷ്യലാന്ന് തോന്നുന്നു. മലയാളി ഫുഡ് കിട്ടണമെങ്കിൽ ഗ്രേസിലേക്ക് തന്നെ വരണം. നമുക്ക് പപ്പടം വരെയുണ്ട് കേട്ടോ. ദൈവമേ. നിങ്ങളെന്താ ഓർഡർ ചെയ്തിരിക്കണേ? കിഴി പൊറോട്ട. അതിൽ എന്താ ഇട്ടിരിക്കണേ? കിഴി പൊറോട്ടയുടെ ഉള്ളില് പോത്തിറച്ചി. അടിപൊളി. ലൈക്ക് അവിടെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. സംസാരിക്കരുത്. ഇനിയിപ്പോൾ നിനക്ക് അങ്ങനത്തെ ഒരു വാക്ക് പറയണതിൽ സ്പെല്ലിങ് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞു വിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ അതേ പപ്പടവും അതുപോലെ തന്നെ സാലഡ് എല്ലാം ആയിട്ട് ചെറിയൊരു ബിരിയാണി. അവർ കിഴി പൊറോട്ട. അവിടെ തട്ട് ദോശ അല്ലേ ബ്രോ? എന്നിട്ട് ഓർഡർ ചെയ്താണ് തട്ട് ദോശ. നിങ്ങളും? അതെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബ്രോ ഹായ് പറഞ്ഞു. ബ്ലോഗിൽ വന്നിട്ടില്ല. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ബബിൻ മാത്യു. I'm the owner for Grace Restaurant. So we are based out from Navi Mumbai. മലയാളിയാണ്. ഇംഗ്ലീഷ് മലയാളിയാണ്. ബോണബോട്ടപ്പിൻ മുംബൈ. പക്ഷെ മൂവാറ്റുപുഴക്കാരനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ ഫുഡടി പരിപാടികൾ. ഓംലേറ്റ് ആർക്കും വേണമെങ്കിൽ ഇവിടെ വെച്ച് തോന്നുന്നു. നമ്മുടെ കിഴി പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. കിഴി പൊറോട്ട ഗ്രേസ് സ്പെഷ്യൽ കിഴി പൊറോട്ട. എൻ്റെ പൊന്നെ, എനിക്ക് ഇന്ന് കാലത്തോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് വഴങ്ങുന്നില്ല ഒന്നും. കിഴി പൊറോട്ട കഴിക്കുമ്പോൾ അതെ, അടിപൊളി സാധനം. നല്ല പൊറോട്ട. 2 പൊറോട്ട, ബീഫ് പൊറോട്ട, ബീഫൊന്നും മിണ്ടില്ലേ? BEF. അതെ, സ്പെല്ലിങ് പറഞ്ഞാൽ മതി. കഴിച്ച് ഒരെണ്ണടുത്ത് കഴിക്ക്. അതെ, KI. ഞാൻ ഇന്നത്തെ ബിരിയാണി കഴിഞ്ഞ് അവിടെ ഓംലേറ്റ്, ഇവര് ദോശ. ഈ മോനെ പൊളിച്ച്. അതെ അതെ അതെ, നാടൻ മോഡൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പ്ലേറ്റിലായാണ്. അതെ, വീഡിയോ ക്യാമറ ഇവിടെ പിടിക്കുന്ന കാരണമാണ്. അതെ, എനിക്ക് ഇത്ര ഒരു വേണ്ട. ദൈവേ, ഞാൻ നിങ്ങൾ കഴിക്കണത് കാണാൻ വേണ്ടിട്ട് ദൈവേ. അത്ര രസമൊന്നും കാണാം. അതെ,
ഇവിടെ നല്ല ഇതായിട്ട് അടിപൊളി ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിരിയാണി പപ്പടം വെച്ചിട്ട് കുറേ നാളായി കഴിച്ചിട്ട്. ഇത് കിഴി പൊറോട്ട, എൻ്റെ പൊന്നെ ബീഫ്. നാളെ നിങ്ങളുടെ ഒപ്പം കേട്ടോ, ഞാൻ ഒരിക്കലും പോവില്ല. അതുകൊണ്ടാണ് ഈ സാധനം കഴിക്കണത് കേട്ടോ. അതൊക്കെ അല്ലെങ്കിൽ ഞാൻ നോർമലി കഴിക്കില്ല. ബീഫ്, ചിക്കൻ. അതെ, നല്ലോണം വെന്ത ബീഫ്, നല്ലോണം വെന്തുണ്ട്. അങ്ങനെ ഞാൻ റൂമിലെത്തി ഗൈസ്. ആളുടെ റൂമിൽ തന്നെ എത്തിയിട്ടാ. ബെഡൊക്കെ കിട്ടി, ബെഡ് തലവണയൊക്കെ കിട്ടിയിട്ടാ. എൻ്റെ പൊന്നെ അടിപൊളി, നല്ലൊരു ഇത് കേട്ടോ. നല്ല ബെഡ്, നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. സോ ഒരു മലയാളി വൈബായിരുന്നു കേട്ടോ. ഫുള്ള് മലയാളികളുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുന്ന, നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കമ്പനി അടിച്ചിരിക്കില്ല, അതുപോലെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നവി മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഫീലിങ്ങും വൈബൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഫുള്ളൊരു മലയാളി വൈബായിരുന്നു. ഇത്രയും നാൾ നമ്മൾ പുറത്താണെന്നുള്ളൊരു ഇത് ഉണ്ടല്ലോ. പക്ഷേ ഇന്ന് മുംബൈ വന്നപ്പോൾ ഫുള്ള് മലയാളി വൈബായിട്ട്. കേരളത്തിൽ എവിടെയാണെന്നാണ് ഒരു ഫീല്. ഇന്ന് പക്ഷേ വേറെ എന്തെങ്കിലും കറങ്ങാനും കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഭയങ്കര ലെങ്ത്തായി, വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു കേരള ടു കാശ്മീർ സീരീസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. നാളെ 6 മണിക്ക് കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്കാണ് നമ്മൾ വീഡിയോ ഇടുക കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ലൈവായിട്ടും ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. സോ ബൈ.